പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടു. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സൈനിക താവളം, 2 പവർ സ്റ്റേഷനുകൾ, ഒരു ഇന്ധന ഡിപ്പോ എന്നിവ തകർത്തു. ഇസ്രായേലി സൈന്യം തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. ഇസ്രായേലിന് നേരെ ഹൂതികൾ തുടർച്ചയായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നീക്കമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പ്രതികരിച്ചത്. ഇത് മേഖലയിലെ സംഘർഷങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയും ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയും ചെയ്യുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. 1 ഡസനോളം വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തതായും 4 ലക്ഷം സ്ഥാനങ്ങളിലായി 30-ലധികം ബോംബുകൾ പ്രയോഗിച്ചതായും ഹൂതികളുടെ സൈനിക ശേഷി തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തെ സൈനിക താവളത്തിൽ നടത്തിയ ആക്രമണം ഹൂതികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കൂടാതെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകളും ഇന്ധന ഡിപ്പോയും തകർത്തത് ഹൂതികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൂതികൾ ഇസ്രായേലിന് നടത്തിയ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഗാസ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തുടങ്ങിയ ഈ നീക്കങ്ങൾ മേഖലയിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചിരുന്നു. ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചതും ഈ സംഘർഷത്തിന്റെ ഭാഗമാണ്. ഇതിനെല്ലാം മറുപടിയായാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുള്ള വ്യോമാക്രമണത്തിന് തുടങ്ങിയത്. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നുവെന്ന് ഹൂതികൾ പ്രതികരിച്ചു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സേന ഈ ആക്രമണങ്ങളെ നിർവീര്യമാക്കിയെന്നും അവർ അവകാശപ്പെട്ടു. ഹൂതികളുടെ ഈ അവകാശവാദങ്ങൾ ഇസ്രായേൽ തള്ളിക്കളയുന്നുണ്ട്. സംഘർഷം തുടരുന്നതിനിടെ യമനിലെ സനാ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം നടന്ന ആക്രമണങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ കഴിയുന്നവരുടെ ജീവന് ഭീഷണിയാകുമെന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയും കേരള സർക്കാരും നിമിഷപ്രിയയെ തിരികെ എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടെയുള്ള ഈ സംഘർഷം സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നുണ്ട്. ഗാസയിലെ ഫലസ്തീൻ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത്. ഇത് ഗാസയിലെ സംഘർഷങ്ങൾ പശ്ചിമേഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് വ്യക്തമായ സൂചന നൽകി. യമൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൂതികൾക്ക് ഇറാന്റെ പിന്തുണ ലഭിക്കുന്നത് മേഖലയിലെ ഇസ്രായേൽ-ഇറാൻ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചെങ്കടലിലെ പ്രധാന കപ്പൽ പാതകളിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യം വെച്ചത് ആഗോള വ്യാപാരത്തിലും എണ്ണ വ്യാപാരത്തിലും വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. യമൻ തലസ്ഥാനമായ സനയിലെ ഈ നേരിട്ടുള്ള ആക്രമണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിലെ ആക്രമണത്തിന് ഹൂതികൾ ശക്തമായ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. ഇത് യമനിലെ ആഭ്യന്തര സംഘർഷങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുകയും സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഈജിപ്ത്, സൗദി അറേബ്യ പോലുള്ള അയൽ രാജ്യങ്ങൾക്കും ഈ സംഘർഷം ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. ചെങ്കടലിലെ സുരക്ഷയെയും ആഗോള വ്യാപാര പാതകളെയും ഇത് വീണ്ടും അസ്ഥിരപ്പെടുത്തും. UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. സംഘർഷങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മേഖല ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഏറെ നിർണായകമാണ്. ഈ മേഖലയിൽ നിന്നാണ് ഇന്ത്യയുടെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു ഭാഗം എത്തുന്നത്. കൂടാതെ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ നേരിട്ട് ബാധിക്കും. നിമിഷപ്രിയയുടെ കാര്യം കൂടാതെ യമനിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റിന്ത്യക്കാരുടെ സുരക്ഷയെക്കുറിച്ചും ആശങ്കകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ സംഘർഷം ലഘൂകരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാട് പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു.